ഒരു ചുക്കും ചുണ്ണാമ്പും ഇല്ലാത്തൊരു എപ്പിസോഡ്. വല്ല കാര്യവും ചോദിച്ചോ? ചോദിച്ചില്ല. വല്ലത്തിന് ന്യായവും നീതിയും കിട്ടിയോ? ഇല്ല. ജിൻഡോ ജയിലിൽ കിടന്ന് അനുഭവിച്ചതൊക്കെ നഷ്ടം. ജാസ്മിൻ ചെയ്തതെല്ലാം ഒന്നും പറഞ്ഞില്ല. ആ പറഞ്ഞ അടിച്ച ആ അടി അത് ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ്, ഫിസിക്കൽ അറ്റാക്ക് തന്നെയാണ്. ആ സാധനം ചോദിച്ചില്ല. ജാസ്മിനെ പൊക്കി തലയിലെടുത്ത് വെച്ചിട്ട് ജിൻഡോയുടെ കാര്യത്തിൽ ഒരു നടപടിയും ഉണ്ടായില്ല. സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്ന സാധനമാണ് ഒരു സ്ട്രൈക്ക് കാർഡ്, ഒരു ഡയറക്റ്റ് നോമിനേഷൻ. ഈ സാധനം അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരു സ്ട്രൈക്ക് കാർഡ് കൊടുക്കും, ഒരാളെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യുന്നു. ലാലേട്ടൻ വരുന്നതിന് മുന്നേ തന്നെ വെള്ളിയാഴ്ച രാത്രി സ്ക്രിപ്റ്റ് റെഡിയാവും. എന്തെല്ലാം കാര്യങ്ങളാണ് നാളെ ചർച്ച ചെയ്യേണ്ടത്, നാളെ ഈ കാര്യങ്ങളൊക്കെയാണ് ലാലേട്ടൻ ചോദിക്കുന്നത്. ലാലേട്ടൻ വന്നതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ചൊക്കെ അങ്ങ് മാറും, കുറച്ചൊക്കെ സ്കിപ്പാവും. ലാലേട്ടൻ വന്നതിന് ശേഷമാണ് നോ എവിക്ഷൻ വേണ്ട എന്നുള്ള തീരുമാനം പോലും എടുത്തത്. നോ എവിക്ഷൻ ആണ് അവർ വെച്ചിരുന്നത്. നോ എവിക്ഷൻ വേണ്ടാന്ന് പോലുള്ള തീരുമാനം എടുത്തത് ലാലേട്ടൻ വന്നതിന് ശേഷമാണ്. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഈ പറയുന്ന സ്ട്രൈക്ക് കാർഡിന്റെ കേസ്, ഡയറക്റ്റ് നോമിനേഷന്റെ കേസ്, അൻസിബ ഈ സ്റ്റൗ തുറന്നു വിട്ട് ഗ്യാസ് കളഞ്ഞൊരു കേസ് ഉണ്ടായിരുന്നു. ഇതൊന്നും പുറത്തു വന്നിട്ടില്ല. ഈ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് ഇത് ചർച്ച ചെയ്തില്ല? ലാലേട്ടൻ വന്നിട്ട് ലാലേട്ടൻ ഇഷ്ടമുള്ള കുറെ കാര്യങ്ങൾ പറയുന്നു. 2-3 ടോപ്പിക്കുകൾ ലാലേട്ടൻ ഒഴിവാക്കിയ ടോപ്പിക്കുകൾ ഇതായിരുന്നു. സ്ട്രൈക്ക് കാർഡ് കൊടുത്തില്ല. ജാസ്മിന് കൊടുക്കാതിരുന്ന സ്ട്രൈക്ക് കാർഡ് കൊടുത്തില്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ജാസ്മിന് ചെയ്തത് തെറ്റല്ലേ? ജയിലിൽ കിടന്ന് അടിച്ചത് തെറ്റല്ലേ? ഞാൻ ജാസ്മിന്റെ ഫാൻസിനോടാണ് ചോദിക്കുന്നത്. ജാസ്മിന്റെ ഫാൻസിനെ, കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കാൻ വയ്യ. എന്തെങ്കിലും തെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചാടി വരും. നിങ്ങൾ ആ പറഞ്ഞത് ശരിയായില്ല. എന്തെങ്കിലും ശരി പറഞ്ഞു കഴിഞ്ഞാലോ ഉടനെ ചാടി വരും അപ്പുറം വശത്ത് നിന്ന്. നിങ്ങൾ അവളുടെ PR ഒന്നും മിണ്ടാൻ വയ്യാത്ത അവസ്ഥയാണ്. പക്ഷെ ഈ ചെയ്തത് ഞാൻ വിചാരിച്ച ഒരു വാർണിംഗ് എങ്കിലും അറ്റ്ലീസ്റ്റ് കൊടുക്കുമായിരിക്കുന്നു. ഒന്നും കൊടുത്തില്ല. ജാസ്മിന് സ്തുതി പാടി നിന്ന എപ്പിസോഡ്, ഒരൊറ്റ കാര്യം ചോദിച്ചില്ല. 50ാമത്തെ എപ്പിസോഡിന്റെ സെലിബ്രേഷനിൽ മുങ്ങിപ്പോയി. ഇവരുടെ ഓഡീഷന്റെ കുറെ കാര്യങ്ങൾ, ഇവർ ഓഡീഷൻ കൊച്ചിയിൽ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ ഉള്ള സാധനങ്ങൾ കുറെ പറക്കി കാണിച്ചു. ഇവരുടെ വീട്ടിൽ നിന്നുള്ള ലെറ്റേഴ്സ്, ഗിഫ്റ്റുകൾ, ഈ സാധനങ്ങൾ, പിന്നെ ഇവരുടെ അനുഭവങ്ങൾ, ഇതിന് മുങ്ങിപ്പോയി. ഇതെന്തോന്ന് കോപ്പിലെ പരിപാടിയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്കറിയത്തില്ല. വളരെ ഒരു കോൺട്രവേഴ്സീസ് എന്ന് പറഞ്ഞ ഒരു വീക്കെൻഡ് ആയിരുന്നു ഈ വീക്കെൻഡ്. എന്നിട്ട് ഈ വീക്കെൻഡ് വന്നപ്പോൾ ഒരു പുല്ലും ചോദിച്ചില്ല, ഒരു മണ്ണാങ്കട്ടയും ചോദിച്ചില്ല. എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നിപ്പോയി. കാരണം ലാലേട്ടൻ കഴിഞ്ഞ വീക്കും അതിന് മുമ്പത്തെ വീക്കൊക്കെ ഭയങ്കര ടോപ്പിൽ നിന്ന് നമ്മൾ പറഞ്ഞു, ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ലാലേട്ടനാണ്, സൂപ്പറായിട്ടായിരുന്നു വീക്കെൻഡിൽ നിന്ന്. ലാലേട്ടൻ വീണ്ടും പവനായി, ശങ്കരൻ വീണ്ടും തങ്ങിത്തരാന്ന് പറഞ്ഞ അവസ്ഥയാണ്. എനിക്ക് വളരെ മോശമാണ് ഈ വീക്കെൻഡിനെ കുറിച്ച് പറഞ്ഞാൽ. ഒന്നുമില്ല. ഒരു ശരിയില്ല, ഒരു തെറ്റില്ല, ഒരു ചോദ്യത്തിനൊരു ഉത്തരവില്ല. വളരെ മോശം. വൈകിപ്പിക്കേണ്ട, തുടങ്ങാം ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 6ന്റെ ഡേ 49 എപ്പിസോഡ് 50 ഏപ്രിൽ 28 ലാലേട്ടൻ്റെ വീക്കെൻഡ് ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ലാലേട്ടൻ വരുന്നു, 50ാമത്തെ ദിവസമാണെന്നെല്ലാം പറയുന്നു. നേരെ വീട്ടുകാരോടൊപ്പം സ്ക്രീനിൽ ചേരുന്നു. ബിഗ് ബോസ് പറയാണ് 2ാം പകുതിയാണിത്, ഒഴുക്കിനെതിരെ നീന്തുന്നവരെ മാത്രമേ ഇനി ജയിക്കുള്ളൂ എന്ന് പറയുന്നു. അതിനുശേഷം നമ്മുടെ ലാലേട്ടൻ്റെ ഒരു പാട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് അപ്സര, ശ്രീതു, നോറ, ഋഷി അവരുടെ ഒരു ഡാൻസാണ്. പിന്നെ അവർക്ക് വീട്ടിൽ നിന്നും ഗിഫ്റ്റുകൾ വരുന്നു. അതായത് അഭിഷേക് ജയദീപിൻ്റെ ഒരു ഫാമിലി ഫോട്ടോ ആണ് വരുന്നത്. അമ്മയുടെ ഒരു ലെറ്റർ ഉണ്ട്, അത് വായിച്ചാണ് അഭിഷേക് കരയുന്നത്. നമ്മൾ പ്രൊമോയിൽ കണ്ടതേ ഉള്ളൂ, അതിനപ്പുറത്തോട്ടൊന്നും പറയാനില്ല. ശ്രീതു ഒരു പട്ടിയുടെ ബൊമ്മ ശ്രീതുവിന് ഗിഫ്റ്റായിട്ട് വരുന്നു. ഋഷിക്ക് വരുന്നത് ഋഷിയുടെ അമ്മയുടെ ചെറുപ്പകാലത്തെ ഒരു ഫോട്ടോ. ശരണ്യയുടെ ഭർത്താവ് മനീഷിൻ്റെ ഒരു ടീഷർട്ട്. ശ്രീരയ്ക്ക് അച്ഛൻ്റെ ഒരു ഫോട്ടോ. ഗബ്രിയുടെ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ ഫിലിം മാറ്റി വെച്ചിട്ടുള്ള ഒരു ക്യാമറ. ജാസ്മിന് വരുന്നത് ജാസ്മിൻ്റെ ഉമ്മയുടെ ഒരു നൈറ്റിയും ഫാമിലി പിക്കും. ജിൻഡോയുടെ അമ്മയുടെ ഒരു ഫോട്ടോ. അൻസിബയ്ക്ക് വരുന്നത് ഫാമിലി പിക്കിൻ്റെ കൊളാഷ്. അർജുന് വരുന്നത് അർജുൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അനിമയുടെ 2 ഫോട്ടോസ് വരച്ചത്. അപ്സരയ്ക്ക് ഫാമിലി പിക്ക് വരുന്നു. റസ്മിന് ഫാമിലി പിക്ക്. സിജോയ്ക്ക് സിസ്റ്ററിൻ്റെ മോൻ്റെ കൂടെ സിജോ നിൽക്കുന്ന ഒരു ഫോട്ടോ. നോറ ഇപ്പം ലവിലായിരിക്കുന്ന ചെക്കൻ്റെ ഫോട്ടോയാണ്, ഹുഡിയും കൊടുത്തു വിട്ടിട്ടുണ്ട്. നന്ദനയ്ക്ക് ഫാമിലി പിക്ക്. അഭിഷേക് ശ്രീകുമാറിന് സിസ്റ്റേഴ്സിൻ്റെ കൂടെ, കസിൻസിൻ്റെ കൂടെ ഉള്ള ഒരു ഫോട്ടോ. സായിക്ക് സായിയുടെയും വൈഫിൻ്റെയും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ. ഇത്രയാണ് ഗിഫ്റ്റായിട്ട് ഫസ്റ്റ് ഇവർക്ക് കൊടുക്കുന്നത്. ഇവർ ഗിഫ്റ്റ് കിട്ടുന്നു, ഗിഫ്റ്റിനെ കുറിച്ച് പറയുന്നു. അടുത്ത് രതീഷ് പറയുന്നു, എനിക്ക് 50ാമത്തെ ദിവസം എൻ്റെ ഭാര്യ ഇടാൻ തന്ന ഡ്രസ്സാണിത്, എനിക്ക് അന്ന് ഇടാൻ പറ്റിയില്ല, പക്ഷേ ഞാൻ ഇവിടെ കളിച്ച് നിൽക്കുമ്പോൾ ഇടാമെന്ന് കരുതിയിരുന്നതാണ്, പക്ഷേ ഞാൻ ഇപ്പം ഇടുന്നു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഇവർക്ക് കേക്ക് കട്ട് ചെയ്യാൻ കൊടുക്കുന്നു. ഓക്കെ, കട്ട് ചെയ്തൊക്കെ എല്ലാവരും തിന്നുന്നു. ഇതാണ് ഫസ്റ്റ് പരസ്യത്തിന് മുമ്പുള്ള സംഭവം. ഇത്രയാണ്. രണ്ടാമത് വിഷിംഗ് വീഡിയോസ്. അതായത് ആദ്യം കുറച്ച് പൊതുസ്ഥലങ്ങളിലെ ആളുകൾ, ഇപ്പോൾ നമ്മുടെ നാട്ടുകാർ വിഷ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളാണ്. ആരുടെ ഫാൻ ബേസ് എന്നല്ല, എല്ലാവരും സൂപ്പറായിട്ട് പോകുന്നു എന്നുള്ള കാര്യം. അതിനുശേഷം ബിഗ് ബോസ് താരങ്ങളായ
വിന്നറായ സാബു സീസൺ 1 പേളിയും ശ്രീനിഷും, ഡോക്ടർ രജിത് കുമാർ സീസൺ 2, നോബി സീസൺ 3, രമ്യ സീസൺ 3, കുട്ടി അഖിൽ സീസൺ 4, റനീഷ, ശോഭ, അഖിൽ മാരാർ സീസൺ 5. ഇത്രയും പേര് 50ാമത്തെ ദിവസം വിഷ് ചെയ്യാണ് ഇവരെല്ലാവരെയും. അതിനുശേഷമാണ് പ്രശ്നങ്ങളിലേക്ക് വരുന്നത്. എന്നിട്ടും ഈ പറയുന്ന പോലെ ജാസ്മിൻ്റെ ഭാഗത്ത് മാത്രമല്ല, ജിൻഡോയുടെ കാര്യത്തിലും കുറേ പ്രശ്നങ്ങളുണ്ട്. ജട്ടി കേസ്, ജിൻഡോ ജട്ടി എടുത്തുകൊണ്ട് കിച്ചണിൽ വെച്ചിരുന്നു. അപ്പോൾ അതൊന്നും ചർച്ച ചെയ്യണ്ട. പണ്ടം കണ്ടോ ജാസ്മിൻ്റെ തുണി പൊക്കി നോക്കി ജിൻഡോ, അത് ഭയങ്കര വിഷയമാക്കി. ജാസ്മിൻ്റെ തുണി ഇവിടെ കൊണ്ട് വെച്ചു, സോഫയിൽ വെച്ചതിന്, ഇരിക്കുന്ന സോഫയിൽ ഇന്നർവേസ് കൊണ്ടുവച്ചാണ് ജിൻഡോ എടുത്തിട്ട് അലക്കി പ്രശ്നമാക്കി. അടുക്കളയിൽ ആഹാരം കഴിക്കുന്നിടത്ത് സാധനങ്ങൾ മുറിക്കുന്നിടത്ത് ഇടുന്ന അണ്ടർവെയർ ജട്ടി കൊണ്ടുവച്ചിട്ട് അതിനെ ലാലേട്ടനടുത്ത് ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ലാലേട്ടൻ ആദ്യം കിച്ചൺ ടീമിൻ്റെ കാര്യം എന്തിനാണ് ക്യാപ്റ്റനെ മാറ്റിയത് എന്നുള്ള കാര്യം ചോദിക്കുന്നു. അത് ഞാൻ ക്യാപ്റ്റനോട് പറഞ്ഞപ്പോഴത്തേക്കും ക്യാപ്റ്റൻ എന്നെ ഡയറക്റ്റ് മാറ്റി ശ്രീധുവിനെ പൊക്കുന്നു. അതിനകത്ത് കാര്യം ആരുടെ ന്യായം? ശ്രീധുവിൻ്റെ വശത്താണ്. അത് ന്യായം പോലെ ശ്രീധു പറയുന്നുണ്ട്. പിന്നീട് ഋഷി പറയുന്നുണ്ട് അൻസിബ മാത്രമാണ് അവിടെ പണി ചെയ്തുകൊണ്ടിരുന്നത്, ആരെ ഉപദ്രവിക്കാതെ അൻസിബ പണി ചെയ്തു. ജാസ്മിനും ജിൻഡോയൊക്കെ ചെയ്തു, പക്ഷേ ഏറ്റവും കൂടുതൽ ചെയ്തത് അൻസിബയാണ്. ജസ്റ്റ് അവരൊന്ന് തല പൊക്കി എന്നുള്ളതേ ഉള്ളൂ. അൻസിബ പറയാണ് എനിക്ക് ആരെയും പോയി വിളിക്കാൻ പറ്റത്തില്ലല്ലോ ലാലേട്ടാ, നോറയെ, ജയദീപിനെ, ശ്രീകുമാറിനെ ഇവരൊക്കെ വിളിച്ചിട്ടാണ് നമ്മൾ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ലാലേട്ടൻ പറയണേ ക്യാപ്റ്റൻ പോയി വിളിക്കുമ്പോൾ 5 മിനിറ്റ് 10 മിനിറ്റ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ, പിന്നീട് ശ്രീരേഖയെ കൊണ്ട് വിളിപ്പിച്ചു അല്ലേ ശ്രീതു? അതെ ലാലേട്ടാ അതെ. അപ്പോൾ ജയദീപ് പറയണം ഞാനും കണ്ടിരുന്നു 5 മിനിറ്റ് കൂടുമ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ജാസ്മിൻ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ലാലേട്ടൻ പവർ ടീം എന്തുകൊണ്ട് നടപടി എടുത്തില്ല? അപ്പോൾ ശരൺ പറയണം നമ്മൾ നടപടി എടുത്തു ലാലേട്ടാ, വൈകിട്ട് ജാസ്മിനെ കൊണ്ട് ചായയും ആഹാരമൊക്കെ ഉണ്ടാക്കിപ്പിച്ചു, ജിൻഡോയെ കൊണ്ട് മട്ടൻ കറി വെപ്പിച്ചു. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു അത് കൊള്ളാം, പവർ ടീം അവരുടെ ജോലി തന്നെ അവർക്ക് പണിഷ്മെൻ്റ് ആയിട്ട് കൊടുത്തോ, കൊള്ളാം. പവർ ടീമിൻ്റെ പവർ ഇപ്പോൾ കുറഞ്ഞോ? അപ്സര പറയണം ഒരുമിച്ച് എന്ത് കാര്യം വന്നു കഴിഞ്ഞാലും നിൽക്കണം, ഇവരാരും ഒരുമിച്ച് നിൽക്കുന്നില്ല. അപ്പം ജിൻഡോ പറയാണ് 2 ദിവസം ഞാൻ ചോറുണ്ടാക്കി, 4 ദിവസം ഞാൻ പാത്രം കഴുകി. അപ്പം ലാലേട്ടൻ പറയുന്നു എന്നിട്ട് പിന്നെ എന്താ നിങ്ങളെ ജോലി കാണാതെ? അപ്പം നോറ സൂപ്പറായി, ഇന്നത്തെ പെർഫോമൻസ് നോറയായിരുന്നു കിടിലായിട്ട് നിന്നത്. നോറ പറയണേ ലാലേട്ടാ എനിക്ക് പറയാൻ പോലും വയ്യ, ഇയാളിവിടെ പല പല കാര്യങ്ങൾ പറഞ്ഞിട്ട് കിച്ചൻ്റെ ഉള്ളിൽ പറയാൻ പാടില്ലാത്ത പല സാധനങ്ങൾ ഇയാൾ കൊണ്ടുവച്ചു, ഫുഡ് കട്ട് ചെയ്യുന്നിടത്ത് കൊണ്ടുവച്ചു. എന്നിട്ട് ലാലേട്ടൻ ചോദിക്കുന്നത് കട്ട് ചെയ്തോ അതിനെ വല്ലതും എന്നാണ്. അപ്പോൾ ജിൻഡോ പറയണം അത് ലാലേട്ടൻ ഞാൻ എടുക്കാൻ മറന്നു പോയതാണ്, ഞാൻ അവിടെ കൊണ്ടുവച്ചു. അല്ല സ്ഥിരം കൊണ്ട് അവിടെ വെക്കാറുണ്ടോ? അവൻ നോറ പറയണേ ലാലേട്ട അത് മാത്രമല്ല, ജാസ്മിൻ എൻ്റെ അടുത്ത് ഞാൻ ജാസ്മിന് ചായ കൊണ്ട് കൊടുത്തതിന് ശേഷം ജാസ്മിൻ എൻ്റെ അടുത്ത് ആക്കിയതുപോലെ താങ്ക്സ് നോറ എന്ന് ഇങ്ങനെ താങ്ക് യു ഉണ്ട് എന്നെല്ലാം പറഞ്ഞിരുന്നു. അപ്പം ജാസ്മിൻ പറഞ്ഞു അത് എനിക്ക് ഇവിടെ അങ്ങനെ ചായ കൊണ്ട് തരാറില്ല, അപ്പോൾ ചായ കൊണ്ട് തന്നപ്പോൾ ഞാനതിന് താങ്ക് യു പറഞ്ഞതാണ്. അപ്പം നോറ ഞാൻ എന്താ ലാലേട്ട മൊയന്താണോ? എനിക്കതാ മനസ്സിലാവാത്തത്. ജാസ്മിൻ ഇവിടുത്തെ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, തെറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇവിടെ ഉള്ളവർ മുഴുവൻ പറയുമ്പോഴത്തേക്കും ജാസ്മിൻ അക്സെപ്റ്റ് ചെയ്തില്ല. ഇപ്പം എനിക്ക് എന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ എല്ലാവരും വരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണ്ടേ? ഇപ്പം ഞാനാണത് പറയുന്നതെന്നുണ്ടെങ്കിൽ പേഴ്സണൽ ഗ്രഡ്ജ് എന്ന് പറയും. ലാലേട്ട നിങ്ങളെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കി, ചിലപ്പോൾ കേട്ടാലോ. അപ്പോൾ ജാസ്മിൻ പറഞ്ഞത് ലാലേട്ട എനിക്കിപ്പോഴും ഉൾപ്പനി ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ജോലിയൊന്നും ചെയ്യാത്തത്, എന്നാൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ ടാസ്കിലൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളിലും ഞാൻ ഇടപെട്ടിട്ടുണ്ട്. അപ്പം അൻസിബയ്ക്ക് ക്ലാപ്പ് കൊടുക്കുന്നു. അൻസിബ കിച്ചണിലെ കാര്യം ഒറ്റയ്ക്ക് മാനേജ് ചെയ്തുകൊണ്ട് ഒരു ഷെഫിൻ്റെ പോലെ നിൽക്കുന്ന ഒരു സാധനം, ഒരു സംഭവം അൻസിബയ്ക്ക് കൊണ്ട് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നു. അടുത്ത പ്രാവശ്യം കിച്ചൺ ടീം സെയിം ജിൻഡോയും ജാസ്മിനും തന്നെ ആയിക്കോട്ടെ, അതാണ് പ്രേക്ഷകർ പറയുന്നത് എന്ന് പറയുന്നു. എന്നിട്ട് ജയിലിൽ എന്തൊക്കെയായിരുന്നു? ജയിലിൽ മണമുണ്ടെന്നോ ജയിലിലെ അടികളോ എന്തൊക്കെയാണ്? ജയിലിൻ്റെ ഇഷ്യൂയിലോട്ട് വരികയാണേ. അപ്പോൾ ശ്രീതു പറയണേ ബാത്റൂമിനകത്ത് ആദ്യം സിഗരറ്റിൻ്റെ മണം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ എന്നെ വിളിച്ചു, നമ്മൾ 2-3 പേര് കയറി മണപ്പിച്ചു. അപ്പോൾ അവിടെ സിഗരറ്റിൻ്റെ മണം ഉണ്ടായിരുന്നു. എന്നിട്ട് കുറ്റി സിഗരറ്റ് കുറേ നാൾ മുന്നേ യൂസ് ചെയ്തൊരു കുറ്റി സിഗരറ്റ് അവിടെ ഉണ്ടായിരുന്നു ലാലേട്ട എന്ന് പറയാണ്. അപ്പോൾ ലാലേട്ടൻ ഓക്കെ എന്നിട്ട് എന്തായി? അത് ജിൻഡോ ചേട്ടൻ പറഞ്ഞാൽ അവിടെ ഇല്ല, എൻ്റെ ലാമ്പ് റൂമിലുണ്ടെന്നാണ്, റൂമിൽ പോയി നോക്കിയിട്ട് ഞാൻ കണ്ടിട്ടൊന്നും ഇല്ല ലാലേട്ട എന്ന് പറയാണ്. അപ്പം ലാലേട്ടൻ ചോദിക്കേണ്ടിയിരുന്ന ഒരു ചോദ്യമുണ്ട്, ഈ ബാത്റൂമിനകത്ത് ചെറിയ കുറ്റി സിഗരറ്റ് വന്നുവെങ്കിൽ അത് എപ്പോഴെങ്കിലും ഈ പറയുന്ന ജിൻഡോയോ ജാൻമണി ഇവർ 2 പേരിലാണല്ലോ വലിക്കുന്നത്, ഇവർ 2 പേരിൽ ആരെങ്കിലും ഒരാൾ വലിച്ചതായിരിക്കുമല്ലോ. ജാൻമണി ജയിലിലായിട്ടുമില്ല. അപ്പം ജിൻഡോ വലിച്ചു. അപ്പം ജിൻഡോ വലിച്ചപ്പോൾ അത് മുമ്പ് ജിൻഡോ ഇതുപോലെ ജയിലിൽ കയറി വലിച്ചിട്ടില്ലേ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കായിരുന്നു. നിങ്ങൾ ആ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ? കുറ്റി സിഗരറ്റ് അതിനകത്തുണ്ടെന്ന് ശ്രീതു പറഞ്ഞു. അപ്പോൾ അതെന്തായാലും ജിൻഡോ, അപ്പോൾ അത് ലാലേട്ടൻ ചോദിച്ചില്ല. അപ്പോൾ അതെനിക്ക് അൺഫെയർ ആയിട്ട് ഫീൽ ചെയ്തു, ഒന്നും വേണ്ടിയില്ല. അപ്പം നിങ്ങളുടെ വഴക്കിനെ കുറിച്ച് ജാസ്മിൻ ജിൻഡോ വഴക്കിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ജിൻഡോ പറയണേ അത് അവിടെ ആദ്യം കുടം വരുന്നു, അപ്പോൾ കുടം മാറ്റി വെക്കാൻ ഞാൻ ജാസ്മിനോട് പറഞ്ഞു. ജാസ്മിൻ കുടം മാറ്റി വെച്ചിട്ട് അവിടെ കയറി കിടന്നു, എന്നിട്ട് കാലൊക്കെ എൻ്റെ ദേഹത്തൊക്കെ എടുത്തിട്ടു ലാലേട്ടാ. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു എന്നിട്ട് അടിയൊക്കെ കിട്ടിയോ ജിൻഡോ? അത് അടിയൊക്കെ ഗെയിമിൻ്റെ ഭാഗമായിട്ട് അങ്ങ് പോയി. ഇതിന് ലാലേട്ടൻ ഒന്നും ചോദിച്ചില്ല. അത് ഇങ്ങനെ തട്ടി വിളിച്ചിട്ട് നമുക്കതെന്താ ഇങ്ങനെ ഒരു തട്ട് നല്ല ഇടോ എന്നൊക്കെ ഒരു തട്ട്, അത് അസൾട്ട് തന്നെയാണത്.
മലയാളം ബിഗ് ബോസ് കേസ് ചെയ്യുമ്പോൾ അതൊക്കെ അസോൾട്ടാണ്. എന്നിട്ട് അതൊന്നും ചോദിച്ചില്ല, അതെല്ലാം അങ്ങ് വിട്ടു. അപ്പോൾ ജാസ്മിൻ അത് ലാലേട്ടൻ അവിടെ അന്നേരം ഞാൻ അവിടെ വന്ന് കിടന്നപ്പോൾ ഈ ജിൻഡോ ചേട്ടൻ വന്ന് അവിടെ കിടന്നു എന്ന് പറയണം. അപ്പോഴത്തേക്ക് ലാലേട്ടൻ പറഞ്ഞു ജാസ്മിൻ എന്താ മാറി കിടന്നുള്ളത്, അത് ലാലേട്ടൻ എനിക്ക് വയ്യ, എനിക്ക് സൗകര്യം കുറഞ്ഞ, അവിടെ ഇത് ജയിലാണ്, ജയിലിൽ അങ്ങനെയൊക്കെ നടക്കുള്ളൂ. അല്ല 50 ദിവസം മുന്നേ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത്, ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും കൊച്ചിയിലെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത ഏഷ്യൻ്റെ ഓഫീസിൽ വെച്ചിട്ട് ഇവർ ഇന്റർവ്യൂ നേരിട്ട് അറ്റൻഡ് ചെയ്ത കുറച്ച് ക്ലിപ്പിങ്ങുകൾ കാണിച്ചു കൊടുക്കാൻ എല്ലാവരുടെയും. ഓരോരുത്തർ പറയുന്ന സംഭവമൊക്കെ വീട്ടുകാർ ചിരിക്കുകയാണ്. കാരണം ഇപ്പോഴും അപ്പോഴും എന്ത് ഡിഫറൻസ് ഉണ്ടെന്ന് ലാലേട്ടൻ ചോദിക്കുന്നു. ഒത്തിരി മാറിയ കാര്യമൊക്കെ പലരും പറയുന്നു. അപ്പോൾ അതിനകത്ത് ഒരുപാട് പേര് അവരുടെ ചിന്താഗതികളെല്ലാം മാറ്റിയ സംസാരങ്ങൾ പറയുന്നുണ്ട്. പിന്നീട് ഒരുപാട് കാര്യങ്ങൾ മാറി, അതും ജസ്റ്റ് ഫോർ ടോക്കിംഗ്, അതങ്ങ് കഴിയുന്നു. പിന്നീട് ഇനി ജാസ്മിൻ ആരൊക്കെ എവിക്ഷനിലുണ്ട്, ജാസ്മിൻ, ജിൻഡോ, ജയദീപ്, സായി, അപ്സര, നന്ദന. അപ്പം ഇവരുടെ ഗാർഡൻ ഏരിയയിലേക്ക് പോകാൻ പറയുന്നു. അതിനുശേഷം ലാലേട്ടൻ പോകണം. ബിഗ് ബോസ് പറയുന്നു. അതായത് 4-5 കാർഡുകളുണ്ട്. ഈ കാർഡുകളിൽ ഓരോരുത്തരുടെ പേരുകളുണ്ട്. പവർ ടീമിൽ 4 ആൾക്കാരുണ്ട്. ഇവർ ഓരോ കാർഡ് വീതം എടുത്ത് പൊക്കി ആ കാർഡിൽ ആരുടെ പേരാണോ ഉള്ളത് അവർക്ക് ഗാർഡൻ ഏരിയയിലേക്ക് പോയി മാലയിട്ട് അവരുടെ പാട്ടൊക്കെ കൊണ്ട് സ്വീകരിച്ച് വരിക. അവർ സേവ്ഡ് ആണ്, ഒരാൾ ഔട്ടാവും എന്ന് ബിഗ് ബോസ് പറയുന്നു. ശരണ്യ തുറക്കുന്നു. സായിയുടെ കാർഡ്, സായിയുടെ പേരാണ് കിട്ടുന്നത്. അപ്പോൾ സായി സേവ് ആവുന്നു, കൊണ്ട് സായിയുടെ കഴുത്തിൽ മാല ഇടുന്നു. എന്നിട്ട് അലരെ ഗോവിന്ദ 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 മാലരെ ഗോവിന്ദ ആ പാട്ടൊക്കെ ആയിട്ട് സായി തിരിച്ച് വീട്ടിലേക്ക് ആനയിക്കുകയാണ്. ഗബ്രി എടുക്കുന്നു. നന്ദനയുടെ പേരാണ്, നന്ദന സേവ് ആവുന്നു. മച്ചാനെ തപ്പടിക്കെടുത്തകല്ലടിക്കെടുത്തേ രസത്തി ആ പാട്ടിട്ടുണ്ട് വീട്ടിനകത്തേക്ക് എൻട്രി ചെയ്യാണ് നന്ദന. അടുത്ത ശ്രീരേഖ എടുക്കുന്നു. അപ്സരയുടെ കാർഡാണ്. ജില്ലം 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 ജില്ലാല. അങ്ങനെ അപ്സര വീട്ടിൽ കയറുന്നു. അടുത്ത ഋഷി ജിൻഡോടാണ് എടുക്കുന്നത്. ഉന്നം മറന്ന് തെന്നിപ്പറന്ന് പൊന്നൻകിനാക്കളെല്ലാം. പിന്നെ ഇനി ബാക്കി ഒരേ ഒരു കാർഡേ ഉള്ളൂ. അപ്പോൾ ഗാർഡൻ ഏരിയയിൽ വരുന്നു, അത് തുറക്കുന്നു. അപ്പോൾ ഗബ്രി, ജാസ്മിനും അഭിഷേക് ജയദീപ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഗബ്രി വിഷമിച്ച് നിൽക്കുന്നു. എന്തിന് ജാസ്മിൻ ഔട്ടാ, ജാസ്മിൻ എൻ്റെ മുഖത്ത് നോക്കുമ്പോൾ ജാസ്മിൻ ഔട്ടായെന്ന് വിചാരിക്കട്ടെ എന്നുള്ള ലെവലിലാണ്. എന്നിട്ട് ജാസ്മിൻ്റെ കഴുത്തിലേക്ക് കൊണ്ടിടുവാണ്. ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ട് നടക്കുമ്പോൾ ആ പാട്ടാണ്. ജാസ്മിൻ വീട്ടിനകത്തേക്ക് എൻട്രി ചെയ്യുന്നു. അഭിഷേക് ജയദീപ് എവിക്റ്റ് ആവുന്നു. പക്ഷേ എക്സ്പെക്റ്റഡ് ആയിരുന്നു. അഭിഷേക് 2-3 ദിവസം മുമ്പേ പറഞ്ഞു എൻ്റെ 6th സെൻസ് വെച്ച് ഞാൻ തന്നെയായിരിക്കും എവിക്റ്റ് ആവുന്നതെന്ന് പറഞ്ഞിരുന്നു. ഇനി അഭിഷേകിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് അഭിഷേകിനെ കുറിച്ച് പറയാനുള്ള സംഭവം വളരെ ജെന്യുവിൻ പേഴ്സൺ ആണ്, അല്ലേ? വളരെ ജെന്യുവിൻ പേഴ്സൺ ആണ്. ഈ പറയുന്ന പോലെ സാധാരണ കമ്മ്യൂണിറ്റിയിൽ നിന്നും റെപ്രസെൻറ്റ് ചെയ്ത് വരുന്ന, അല്ലെങ്കിൽ ഒരു ഗേ ആയിക്കോട്ടെ, ബൈസെക്ഷൽ ആയിക്കോട്ടെ, ലെസ്ബിയൻ ആരോ ആയിക്കോട്ടെ, അവർ ഈ ഷോയിലേക്ക് വരുമ്പോൾ അവർക്ക് ഒത്തിരി നെഗറ്റീവ്സ് കിട്ടും. കാരണം അവരുടെ സംസാരം അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റം അതെല്ലാം കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റി അവരെ എക്സ്ട്രാ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്, അവർക്ക് ഒത്തിരി നെഗറ്റീവ്സ് കിട്ടും. പക്ഷേ ഇവിടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, കമ്മ്യൂണിറ്റിയിൽ നിന്നും റെപ്രസെൻറ്റ് ചെയ്തു അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയെ ഞാൻ അവരെ ആംപ്ലിഫൈ ചെയ്യാനാണ് എന്നെല്ലാം പറഞ്ഞ് അഭിഷേക് ജയദീപ് വന്നിട്ട് അഭിഷേക് ജയദീപിൻ്റെ കാര്യം നോക്കി സൂപ്പറായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. വളരെ ജെന്യുവിനായിട്ട് ചെയ്തു. വളരെ ജെന്യുവിനായിട്ടാണ് അഭിഷേക് ജയദീപിൻ്റെ ഗെയിം കളിച്ചത്. എനിക്ക് വളരെ സൂപ്പറായിട്ട് അഭിഷേക് ജയദീപിൻ്റെ ഗെയിം തോന്നി. വളരെ ഇന്നസെൻ്റ് ആയിട്ട് നിന്നു. ജയദീപ് എവിക്റ്റായപ്പോൾ എല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു. ഇവൻ ലാലേട്ടൻ തന്നെ എടുത്ത് പറഞ്ഞിട്ട് വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു ലെവലിലാണെന്ന്. എന്നാൽ അപ്പോൾ അത് വളരെ ഒരു അപ്രിസിയേഷൻ കിട്ടിയൊരു സംഭവമാണ്. ബിഗ് ബോസ് ആയാലും ഇപ്പോൾ ഒരാളവിടെ വന്നിരുന്ന് ഗെയിം കളിക്കാതിരുന്ന് കഴിഞ്ഞാൽ അയാൾക്ക് വാഴ അങ്ങനെ എങ്ങനെ എന്നൊക്കെ പേര് വരും. പക്ഷെ അഭിഷേക് ജയദീപ് അവിടെ വന്നിരുന്നിട്ട് ഒത്തിരി പേര് അഭിഷേക് ജയദീപിനെ സപ്പോർട്ട് ചെയ്തു, തിരിച്ചറിഞ്ഞു, മനസ്സിലാക്കി. അത് കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. കമ്മ്യൂണിറ്റിയൊക്കെ കൂടുതൽ വളരുന്നുണ്ടല്ലോ എന്നറിഞ്ഞപ്പോഴത്തേക്ക് അഭിഷേക് ജയദീപിന് അതിനൊരു ബിഗ് ക്ലാപ്പ്. കാരണം ആരെയും വെറുപ്പിക്കാതെ, ആരെയും മടുപ്പിക്കാതെ വളരെ ജെനുവിനായിട്ട് റിയൽ ആയിട്ട് നിന്ന് കളിച്ചു, അല്ലേ? പുള്ളിക്കാരനെ പറ്റുന്ന രീതിക്ക് കളിച്ചു, സൂപ്പറായിട്ട് പെർഫോം ചെയ്തു, പടിയിറങ്ങി. കൺഗ്രാറ്റ്സ്, സൂപ്പർ ആവട്ടെ. അങ്ങനെ നേരെ ഗിഫ്റ്റൊക്കെ കഴിഞ്ഞ് ലാലേട്ടൻ്റെ സ്റ്റേജിൽ വരുന്നു, വീഡിയോസൊക്കെ കാണിച്ചു കൊടുക്കുന്നു, പടിയിറങ്ങുന്നു. അതിനുശേഷം വീട്ടുകാരടുത്ത് ലാലേട്ടൻ ചേരുന്നു. ഞാൻ ഇനി അടുത്ത ആഴ്ച വരാം, സൂപ്പർ ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് പോവുകയാണ്. ഇത്രയാണ് ഈ എപ്പിസോഡ്. ഒരു പുല്ലും ഇല്ല, ഒരു ചുക്കും ചുണ്ണാമ്പും മണ്ണാങ്കട്ടയും ഇല്ലാത്ത എപ്പിസോഡ്, ഒരു വകയ്ക്ക് കൊള്ളാത്തൊരു എപ്പിസോഡ്. 50ാമത്തെ ദിവസമാണിത്. സെലിബ്രേഷനിൽ മുങ്ങിച്ചത്ത വീട്. എനിക്ക് എങ്ങനെയാണ് തോന്നിയത്, നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്നുള്ളത് നിങ്ങൾ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. ഞാൻ അടുത്ത അപ്ഡേറ്റോടെ വരാം. കുറച്ച് കോൺട്രവേഴ്സീസ് ഉണ്ട്, ബിഗ് ബോസിൻ്റെ പേരിൽ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ കുറച്ച് സംഭവങ്ങളൊക്കെ ഇപ്പം കത്തി ഓണയറിൽ കയറി വരുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം, പറയാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.